So welcome all of you. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ഗെറ്റിംഗ് എക്സംഷൻ റിഗാർഡിംഗ് അക്യുമുലേഷൻ ഓഫ് ഇൻകം ഓർ അൺയൂട്ടിലൈസ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. നമുക്കൊരു 10 ലക്ഷം ട്രസ്റ്റിന് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളെന്താണ് ഒരു 15 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാം, 15% അത് നമുക്ക് എന്ത് ചെയ്യാം, റീറ്റെയിൻ ചെയ്യാം അല്ലേ, റീറ്റെയിൻ 15%. അപ്പോൾ ബാക്കി 85 ലക്ഷം അത് നമ്മളെന്താണ് സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് സപ്പോസ് ഇത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് അക്യുമുലേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അൺഅപ്ലൈഡ് അല്ലെങ്കിൽ അൺയൂട്ടിലൈസ്ഡ് ഇൻകം എന്നൊക്കെ അതിന് പറയാം അല്ലേ, ഉപയോഗിക്കാത്ത ഇൻകം. ഇതിന് സാധാരണഗതിയിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ട്രസ്റ്റ്. പക്ഷേ ആ ടാക്സ് കൊടുക്കാതിരിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ഗെറ്റിംഗ് എക്സംഷൻ. കണ്ടില്ലേ, എക്സംഷൻ കിട്ടണമെങ്കിൽ, ആനുകൂല്യമൊക്കെ കിട്ടണമെങ്കിൽ റിഗാർഡിംഗ് അക്യുമുലേഷൻ. യെസ്, ഓക്കെ, ഇതാണ് അക്യുമുലേറ്റഡ് ഇൻകം ഓർ അൺയൂട്ടിലൈസ്ഡ് ഇൻകം. അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്പർ 1, അസസിംഗ് ഓഫീസർക്ക് ഒരു ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ആർക്ക് കൊടുക്കണം? അസസിംഗ് ഓഫീസർക്ക് ഇലക്ട്രോണിക്കലി എ നോട്ടീസ് ഇൻ ഇലക്ട്രോണിക് ഫോം ടു ബി ഗിവൺ ടു അസസിംഗ് ഓഫീസർ ഇലക്ട്രോണിക്കലി. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക്കലി എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫോം നമ്പർ 10 നമ്മൾ പറഞ്ഞു അല്ലേ, 10 ഫോം നമ്പർ 10. ഈ ഫോം നമ്പർ 10-ൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അസസിംഗ് ഓഫീസർക്കാണത് എന്ത് ചെയ്യുക, ഇലക്ട്രോണിക്കലി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇലക്ട്രോണിക്കലി ആണല്ലോ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒന്ന് പർപ്പസ്, രണ്ടാമത്തത് പീരീഡ്. അത് സ്പെസിഫൈ ചെയ്യണം. പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ എന്താണ്, ഫോർ കൺസ്ട്രക്റ്റിംഗ് എ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, അതൊരു പർപ്പസാണ്. അത് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ പീരിയഡ് സ്പെസിഫൈ ചെയ്യണം. എത്ര വർഷം വേണം എനിക്ക്? അപ്പോൾ നമുക്ക് പറയാം എന്ത്, ഞങ്ങൾക്ക് 3 വർഷം മതി, 4 വർഷം മതി, നമുക്ക് പറയാം 5 വർഷം മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് 7 വർഷം വേണം, ഇങ്ങനെ പറയാം. പക്ഷേ 7 ഒരിക്കലും അനുവദിക്കില്ല. മാക്സിമം എത്രയാണ്? മാക്സിമം അക്യുമുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് 5 years ആണ്. അതിൽ താഴെ മതിയെങ്കിൽ നമുക്കത് പറഞ്ഞാൽ മതി. പക്ഷേ നമ്മളെന്താണ്, ആ പറഞ്ഞ ഇയറിൽ നമ്മളെന്താണ് അത് പൂർത്തിയാക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, സോ പീരീഡ് സ്പെസിഫൈ ചെയ്യണം. മാക്സിമം എന്ന് പറയുക അക്യുമുലേഷൻ പീരീഡ് എന്താണ്, അത് 5 ആണ്. ഡസ് നോട്ട് എക്സീഡ് 5 years, 5 വർഷത്തിൽ കൂടാൻ പാടില്ല. സോ ദാറ്റ് ഈസ് ഫസ്റ്റ്. ഓക്കെ, ആൻഡ് നോട്ടീസ് ഇൻ electronic form that should be submitted to assessing officer in form number 10. ഫോം നമ്പർ 10-ലാണ് സാധാരണയായിട്ട് ഇത് കൊടുക്കുക. ഓക്കെ, ദെൻ ഇത് പറഞ്ഞിരിക്കുന്നത് 139(1) ഈ സെക്ഷനാണ് ഇതിനെ കുറിച്ചിട്ടൊക്കെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, ഇതുണ്ടല്ലോ, ഈ ഒരു സ്പെൻഡ് ചെയ്യാത്ത ഈ എമൗണ്ട്, അക്യുമുലേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത്, ഈ 85 lakh എന്ന് പറയുന്നത് ട്രസ്റ്റ് കയ്യിൽ വെച്ചിരിക്കാൻ പാടില്ല. അതിന് എന്താണ്, ഒരു മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിക്ഷേപിക്കണം. ഓക്കെ, അപ്പോൾ അത് രണ്ടാമത്തത്, അക്യുമുലേറ്റഡ് എമൗണ്ട് ദാറ്റ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഏരിയ എന്ന് പറയുമ്പോൾ അത് അണ്ടർ സെക്ഷൻ 11(5) അതിൽ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ പറഞ്ഞിരിക്കുന്ന അണ്ടർ സെക്ഷൻ 11(5)-ൽ പറഞ്ഞിരിക്കുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ് ഏതൊക്കെയാണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് എഴുതാം. ഓക്കെ, യെസ്. So
ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദിസ് അക്യുമുലേറ്റഡ് എമൗണ്ട് ദാറ്റ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഇൻ പ്രിസ്ക്രൈബ്ഡ് മോഡ്സ് അല്ലേ, അണ്ടർ സെക്ഷൻ 11(5). ഈ 11(5)ൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് മോഡ്സ് ഉണ്ട്, ദിസാദ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിലൊന്ന് ഗവൺമെൻറ് സേവിങ്സ് സർട്ടിഫിക്കറ്റ്, അതിലാവാം PSOB, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് കിസാൻ വികാസ് പത്ര, അതാണ് KVP ട്ടോ, കിസാൻ വികാസ് പത്ര. ദെൻ ഡെപ്പോസിറ്റഡ് ഇൻ ഷെഡ്യൂൾഡ് ബാങ്ക് ഓർ കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതിൽ പറ്റും, യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഡിബഞ്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ബോഡി ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെൻറ്. ദെൻ ഡെപ്പോസിറ്റ് വിത്ത് പബ്ലിക് സെക്ടർ കമ്പനി, പബ്ലിക് സെക്ടർ കമ്പനിയിൽ പറ്റും, പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ പറ്റൂല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ദെൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ കൺസ്ട്രക്റ്റിംഗ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിൽ അല്ലേ, ബിൽഡിംഗ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ് അതൊക്കെ. സോ ദീസ് ആർ ദി മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്, എന്നാലാണ് ഇവർക്ക് എന്താണ് ഇതിൻ്റെ എക്സംഷൻ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അസസിംഗ് ഓഫീസർക്ക് ഇലക്ട്രോണിക്കലി ഫോം നമ്പർ 10 അണ്ടർ സെക്ഷൻ 139 അതിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അതിന് റിട്ടേൺ ടാക്സ് ട്രസ്റ്റ് അതിൻ്റെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ, ഡ്യൂ ഡേറ്റിന് മുന്നേ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കണക്കൊക്കെ ഉണ്ട്. ഓക്കെ, ദെൻ അതിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം, വിച്ച് ഷോസ് പർപ്പസ് ആൻഡ് പീരിയഡ്. പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണുള്ളത്. പീരിയഡ് ഒരിക്കലും എന്താണ് 5 വർഷത്തിൽ കൂടാൻ പാടില്ല, മാക്സിമം അക്കുമുലേഷൻ പീരിയഡ് 5 years ആണ്. ദെൻ മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ്സ് ആയിട്ട് നമുക്ക്, ഇത് തിയറിക്കായിട്ട് നമുക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു അഡീഷണൽ ആയിട്ട് 1-2 കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് എക്സംഷൻ കിട്ടാത്ത 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ, യെസ്, നോക്കുക. നോട്ട് എലിജിബിൾ ടു ഗെറ്റ് എക്സംഷൻ ഇൻകം, നോട്ട് എലിജിബിൾ ടു ഗെറ്റ് എക്സംഷൻ. എക്സംഷൻ കിട്ടാത്ത ഇൻകം ഏതൊക്കെയാണത്? അത് സെക്ഷൻ 30 ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, സെക്ഷൻ 30. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫോർഫീച്ചർ ഓഫ് എക്സംഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഇനി ക്വസ്റ്റ്യൻ അങ്ങനെ വരികയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിടുക, ഫോർഫീച്ചർ ഓഫ് എക്സംഷൻ. ഓക്കെ, അതിലൊന്ന് ഇതാണ്, ഇൻകം ഫ്രം പ്രോപ്പർട്ടി നോട്ട് യൂസ്ഡ് ഫോർ ചാരിറ്റബിൾ പർപ്പസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇൻകം കിട്ടുന്നുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് ഇൻകം കിട്ടുന്നുണ്ട്, പക്ഷേ അതെന്താണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഇന്ത്യയിൽ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതാണ് എക്സംഷൻ കിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, കോമൺ ആയിട്ടുള്ള ഒന്ന്. ദെൻ മറ്റൊന്ന് എന്താണ്, ഇഫ് ദി ട്രസ്റ്റ് ഈസ് ഫോർ പെർട്ടിക്കുലർ റിലീജിയസ് ഓർ കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ്, ഏതെങ്കിലും ഒരു റിലീജിയസ് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കോ കാസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചതെങ്കിൽ അങ്ങനെ പറ്റൂല എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സംഷൻ കിട്ടില്ല. പക്ഷെ അതിലൊരു എക്സംഷൻ അതിൽ തന്നെ കിട്ടും. അതായത് ഇപ്പോൾ SC ST OBC ഇതൊക്കെ ഉണ്ടല്ലോ, അതർ ബാക്ക്വേർഡ് കാസ്റ്റ്, ഇതൊന്നും അതിൽ പെടില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ലാത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വേണ്ടിയിട്ട് ട്രസ്റ്റ് രൂപീകരിച്ച് തന്നിട്ട് അതിലെന്താണ് നമുക്ക് എന്താണ് എക്സംഷൻ ഒന്നും കിട്ടില്ല. ഓക്കെ, സോ അത് ശ്രദ്ധിക്കണം. ഇഫ് ദി ട്രസ്റ്റ് ഈസ് ഫോർ പെർട്ടിക്കുലർ റിലീജിയസ് ഓർ കമ്മ്യൂണിറ്റി ഓർ കാസ്റ്റ് വിൽ നോട്ട് ഗെറ്റ് എനി എക്സംഷൻ. ഓക്കെ, ദെൻ മറ്റൊന്ന്, ഈ ട്രസ്റ്റിലെ ഇൻകം ഉണ്ടല്ലോ, അത് യൂസ്ഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പെസിഫൈഡ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 13(3). ഇതാണ് സെക്ഷൻ വരുന്നത്. സ്പെസിഫൈഡ് പേഴ്സൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇൻകം ഉപയോഗിച്ചിരുന്നത്. ഇൻകം യൂസ്ഡ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് സ്പെസിഫൈഡ് പേഴ്സൺ. ഈ സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയുന്ന ഇവരൊക്കെ ഉണ്ടോ, ഏതൊക്കെയാണ് സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയുന്നത്? ട്രസ്റ്റി, ഓതർ ഓർ ഫൗണ്ടർ, ഫാമിലി മെമ്പർ, സ്പൗസ്, ഇതൊക്കെയാണ് അണ്ടർ സെക്ഷൻ 13(3) പറയുന്ന സ്പെസിഫൈഡ് പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറി. ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് എക്സംഷൻ കിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എന്നൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇവരുടെയൊക്കെ മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. മെഡിക്കൽ ആവശ്യ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഓക്കെ, സോ ഇതാണ് മറ്റൊരു തിയറി ഭാഗമായിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത്. ഫോർ ഫീച്ചർ ഓഫ് എക്സംഷൻ അഥവാ ഇൻകം നോട്ട് എലിജിബിൾ ടു ഗെറ്റ് എക്സംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് അതിൻ്റെ അഡീഷണൽ ആയിട്ടൊന്ന് ഓർത്തിട്ട്, അപ്പോൾ ഏകദേശം നമ്മളെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോകുന്നതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യനെ പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും വീഡിയോസ് നിങ്ങൾ വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കുക. അസസ്മെൻറ്റ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത് നമുക്ക് എന്താ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചെടുക്കുക. അതിൽ ധാരാളം തിയറി ഭാഗങ്ങളുണ്ട്. ഇത്തരത്തിൽ എന്താണ് ട്രസ്റ്റ്, സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനത്തെ വരാനുള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, ഇത്തരത്തിലുള്ള ഇത് കിട്ടാത്ത ഏതൊക്കെയാണ്, എക്സംഷൻ കിട്ടാത്തത്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ തിയറി ഓറിയൻറ്റഡ് ആയിട്ടും ധാരാളം ഇതിൽ നിന്ന് വന്നിട്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ടായിട്ട് നമുക്ക് വീഡിയോസിൽ വരാം. ഓക്കെ, താങ്ക് യു. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ലെക്ചർ നോട്ട് എഴുതി തീർക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നോട്ട് തയ്യാറാക്കിയതാണ്. അപ്പോൾ നിങ്ങളുടെ നോട്ട് ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സൊക്കെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.